നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നും ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അതും 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വെളുപ്പിന് 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിവിടെ ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. ടാക്സി ഞങ്ങളൊരു ഷെറൂത്താണ് വിളിച്ചത്. ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ടും ബാഗേജ് കൂടുതലുള്ളത് കൊണ്ടും നമ്മളൊരു ഷെറൂത്താണ് വിളിച്ചിരിക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ആയത് 4:15 ടൈം. നേരത്തെയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വേഗം ടാക്സിക്കാരൻ ചേട്ടൻ നമ്മൾ പറഞ്ഞതിനേക്കാളും മുമ്പേ വന്നു. അപ്പോൾ ഞങ്ങളും ഓൾറെഡി റെഡി ആയിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു. നമ്മൾ അങ്ങനെ ഇവിടെ ഇസ്രായേൽ നമ്മുടെ ടെലവീവ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ലഗേജ് ഒക്കെ എടുക്കണം. ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് നല്ല പണിയുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ട്രോളി എടുക്കണമെങ്കിൽ നമ്മുടെ കാർഡിട്ട് 10 ഷെക്കൽ, ഒരു ട്രോളിക്ക് 10 ഷെക്കലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരോട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കാർഡ് ഇട്ടിട്ട് റീഡ് ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന നമ്മുടെ ഇസ്രായേലിലെ ജൂതൻ ചേട്ടനും പിന്നെ പോരാത്തതിന് നമ്മുടെ ഷെരൂത്ത് കൊണ്ടുവന്നത് ഈ ചേട്ടനാണ്. നമ്മുടെ ഷെരൂത്തുകാരൻ ചേട്ടൻ നല്ല ഹെൽപ്പ് ചെയ്യും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാം. ഞാൻ ആ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇസ്രായേലിൽ എവിടെ വേണമെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ട്രോളി വേണമെങ്കിൽ ട്രോളിയും ഹെൽപ്പ് ചെയ്യും, പൈസ കൊടുത്താൽ മതി. ലഗേജ് ഇറക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രൈവറാണ് പുള്ളിക്കാരൻ. അങ്ങനെ നമ്മുടെ ഒരു ട്രോളി ബിന്ദു ചേച്ചി കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ട്രോളി ഇതാ ലെവിൻ ചേച്ചിയുടെ കയ്യിലുണ്ട്. അടുത്ത ട്രോളി നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു. ഇവിടെ ലഗേജ് കയറ്റി വെക്കാനുള്ള തത്രപ്പാടിലാണ്. എൻ്റെ ഏതൊക്കെ എനിക്കറിയത്തില്ല പേര്. സെക്യൂരിറ്റി ചെക്കിങ്ങും ലഗേജ് കൂടുതലായിരുന്നു, അതുകൊണ്ട് അവിടെയും കുറച്ച് പ്രശ്നം വന്നു. അതുകൊണ്ട് നല്ല പണി കിട്ടി. പിന്നെ നേരത്തെ വന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ വരണവരൊക്കെ നേരത്തെയൊക്കെ വന്നേക്ക്. ഈ ലഗേജ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ടൈം എടുത്തു. ഇപ്പം ഇനി എല്ലാം കഴിഞ്ഞു. ഇമിഗ്രേഷനും എല്ലാം ക്ലിയറായി. ബോർഡിംഗ് ബസ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ ബസ് പുറത്ത് വന്നിരിക്കുകയാണ്. നമുക്കിനി അതിനോട്ട് പോവാം. നമ്മളപ്പോൾ ഫ്ലൈറ്റിലോട്ടുള്ള ബസ്സിന് കയറിയിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബസ്സിൽ കയറിപ്പോവാണ്. നമ്മളിവിടെ ഒരു ഈ പുള്ളിക്കാരത്തി ഇന്ത്യയിലാണ് ജനിച്ചതും വളർന്നതൊക്കെ, പക്ഷേ ജൂയിഷാണ്. ഇവിടെ വന്ന് കല്യാണം കഴിച്ചു. പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡാണ്. ഇവരിപ്പോൾ വെക്കേഷന് പോവാണ്. ഹിന്ദിയൊക്കെ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. നല്ലൊരു ആൾക്കാരാണ്. നമ്മുടെ ഗൾഫ് ഫെയർ. ഓക്കെ, ഇനി നമുക്ക് ബസ് ഇറങ്ങാം. ഈ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ. നല്ല ക്യൂ ആണ്. എല്ലാവരും അവിടെ ഹാൻഡ് ക്യാരി വെക്കുന്നതേ ഉള്ളൂ. അതെ, ഹാൻഡ് ക്യാരി നമ്മൾ എവിടെ വെക്കും? ലഗേജ് കൂടുതലായതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ഹാൻഡ് ക്യാരിയിലോട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഹാൻഡ് ക്യാരി അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ അവസാനം ഫ്ലൈറ്റിൽ കയറി. ലഗേജ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരുവിധത്തിൽ അത് ഒതുക്കി വെച്ച്. എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ സ്റ്റൈലിനോട് വിട പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇവിടെ നിൽക്കും സ്ഥലം. ഇവിടെ ആരുമില്ല. വാ, ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഇത് ബിന്ദു ചേച്ചിനെ ഇവിടെ വിളിച്ച് വരുത്തിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തോ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങോട്ടും തിരിഞ്ഞു, അവരങ്ങോട്ടും തിരിഞ്ഞു. അങ്ങനെ വിശന്നിരുന്ന് ഞങ്ങളുടെ മുമ്പിലായിട്ട് വന്നത് ഇതാണ് ഫുഡ് വന്നത്. ഇതെന്തു ചേച്ചി? വെറും വെള്ളമാണോ? നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ കേട്ടോ ഇത്. പിന്നെന്താ, നമ്മുടെ ഒരു വെജിറ്റബിൾ ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബർഗറോ ബണ്ണ് പോലെയൊക്കെ എന്തോ സംഭവം. സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. ഇത് ചെറിയൊരു ബണ്ണ് വെച്ചിട്ട്. പിന്നെ ഇതാ കുറച്ച് എന്തോ നട്ട്സ് എന്തോ ആണ്.
ഒരു കപ്പ് കേക്ക്, ചോക്ലേറ്റിൻ്റെ ഒരു കപ്പ് കേക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും താൽക്കാലിക ആശ്വാസത്തിന് അതെങ്കിൽ അത് ആണ് കേട്ടോ കപ്പ് കേക്ക്. പിന്നെ ഈ സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നുള്ളൂ. തണുത്ത് മരച്ചിരിക്കുന്നൊരു സാധനം. എങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്കൊന്ന്. ബണ്ണ്, ലീഫ്, ഒരു ടൊമാറ്റോ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കഴിച്ചു. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള നട്ട്സ് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇന്ന് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ വെള്ളം ഇതായിരുന്നു, എല്ലാം തണുത്തതായിരുന്നു. ഇതും തണുത്തതായിരുന്നു, സാൻഡ്വിച്ചും തണുത്തായിരുന്നു. പക്ഷെ സാൻഡ്വിച്ച് തണുത്തതാണെങ്കിൽ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഒരു നിവൃത്തിയില്ല തിന്നെ. പക്ഷെ വിശപ്പ് കാരണം അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ച് തിന്ന് തീർക്കുകയാണേ. ചുമ്മാ കറങ്ങുന്നു അല്ലേ? കുറച്ചുകൂടെ വെള്ളം ഇവർ തരേണ്ടി വരും ഇതൊക്കെ തിന്ന് തീർക്കണമെങ്കിൽ. ഇപ്പം തന്നെ തീരാറായി, നിൽക്കുകയല്ല. ഇവിടെ നമ്മുടെ ബഹ്റൈൻ, ഇവിടെ മനാമ, ഇതാണ് നമ്മുടെ ഒരു റൂട്ട് വരുന്നത്. കണ്ടോ? ഏകദേശം മിമ്മി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ടു തീരാനുള്ള സമയമില്ല. നെക്സ്റ്റ് ഫ്ലൈറ്റിന് കാണാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അയൽക്കൂട്ട സമ്മേളനം അല്ലേ? ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അയൽക്കൂട്ട സമ്മേളനമാണ്. അലപ്പാലത്ത് ഭക്ഷണം കഴിച്ച് ഞങ്ങളൊന്നും ഉറങ്ങാതെ വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഉറങ്ങുന്നില്ല. ഇനിയിപ്പോൾ കൊണ്ടിട്ട് ലാൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളിവിടെ റീലെടുക്കല്, ഫോട്ടോ എടുക്കല്, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കലാപരിപാടികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ആട്ടങ്കാട്ട ഏതിലെയാ? അത് കല്യാണം. അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. അല്ല, എന്റെ കുഞ്ഞമ്മയുടെ വീടിന്റെ അടുത്ത്. അതെങ്ങനെയാണല്ലേ? ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന ആ റൂട്ട്. 10 minutes ആണുള്ളതെന്ന് ഇവർ പറയുന്നു. ലാൻഡ് ചെയ്ത് ഗൾഫ് എയറിൻ്റെ നമുക്ക് ഡിലേ കണക്ഷൻ ഉള്ളവർക്ക് ഫുഡ് കിട്ടും നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ അത് ഫുഡ് കിട്ടാനായിട്ട് ഇപ്പം നമുക്ക് കൗണ്ടർ നമ്പർ 18 ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മുടെ ഡിലേ കണക്ഷനാണ്, ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇന്ന് ഇവരൊരു കൂപ്പൺ തരും. ഇതാണ് മീൽ വൗച്ചർ. ചിലപ്പോൾ നമ്മുടെ പേരും ഒരു മീലാണ് നമുക്ക് ഇത് വെച്ച് ഇവിടെ നിന്നുള്ള ഏത് റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൾഫ് എയറിൽ ഡിലേ കണക്ഷൻ എടുത്ത് വരുന്നവർക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. വെറുതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളയേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇതാണ് മീൽ വൗച്ചർ കേട്ടോ. ഇനി ഞാൻ എന്താണ് ഫുഡ് വാങ്ങുന്നതെന്ന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ നമുക്ക് മീൽ കൂപ്പൺ കിട്ടിയായിരുന്നല്ലോ, അതിന് നമ്മൾ ഫുഡ് വാങ്ങിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. ഞങ്ങൾ ബർഗറാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ചേച്ചിയും ബർഗർ വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബിരിയാണി കിട്ടും. അതുപോലെ KFC ഉണ്ട് ഇവിടെ. KFC, അതേപോലെ ബിരിയാണി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ 2-3 ഐറ്റംസ് നമുക്കിവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് ഒരു മീൽ മാത്രമാണ് കിട്ടത്തുള്ളൂ. വരുന്നവരെ ട്രൈ ചെയ്ത് നോക്കാം. ഫുഡ് മറ്റേതും കൂടി കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഫുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബിരിയാണിയൊക്കെ വാങ്ങിക്കായിരുന്നു. പക്ഷേ അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നാട്ടിലോട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ബർഗർ വാങ്ങിച്ച് പെപ്സിയും. അതെ, ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്കപ്പോഴും കഴിക്കാം. അതുകൊണ്ട് നമ്മൾ ബർഗർ വാങ്ങിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ഡിലേ കണക്ഷൻ എടുത്ത് വരുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ട്രൈ ചെയ്യാവുന്നതാണ്, ആരും മറന്നു പോകല്ലേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. ചോക്ലേറ്റ്സും ഇതൊക്കെ വാങ്ങിക്കാൻ തോന്നുന്നു. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. എങ്ങനെയാണ് റേറ്റ് എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം.
നല്ല ഓഫറിലൊക്കെ കിട്ടുവാണെങ്കിലേ കുറച്ച് ചോക്ലേറ്റ്സും, പിന്നെ പ്രധാനമായിട്ട് വേണ്ട സാധനം അറിയാലോ എല്ലാവർക്കും, അതും നോക്കണം. ലിക്കർ ഷോപ്പിൽ വന്ന് കിളി പോയി നിൽക്കുന്ന ഞങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. എന്ത് വാങ്ങണമെന്നറിയത്തില്ല, ഏത് വാങ്ങണമെന്ന് അറിയത്തില്ല. നിർണോഫോ അതൊക്കെ നല്ലതാണോ ആവോ? എങ്ങനെ പിടിച്ചോണ്ട് പോകും? ഇത് 1 കിലോ ഉണ്ടായിരുന്നു. അത് 7 പറയണം. അല്ല വേണം വിളിച്ചോളൂ. 4 എണ്ണം ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 എണ്ണം ആവും. 2 സിൽവർ ഒരു 4. ഇത്രയും ചോക്ലേറ്റ്സ് ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് കൂട്ടത് കാണിക്കണ്ടല്ലോ. അതിനിപ്പോൾ എന്നാ അല്ല അത് നമ്മൾ പേ ചെയ്യണ ലാസ്റ്റ് അറിയില്ല. ഇതോ ജോണി വാക്കർ റെഡ് ലേബൽ നോക്കാം. അങ്ങനെ നമ്മളിവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചത്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ചോക്ലേറ്റ് കടയിൽ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി, ചോക്ലേറ്റ് കടയിൽ നിന്നാണ് ചോക്ലേറ്റ്സ് വാങ്ങിച്ചത്. സാധനങ്ങളെല്ലാം അവിടെ അതേപോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, സൂപ്പർ സ്ഥലമാണ്. നമ്മളൊരു കോഫി കുടിക്കാൻ വന്നതാണ് ഇവിടെ. കപ്പിച്ചിനോ 3 കോഫി ഓർഡർ ചെയ്തു. 200 മടുത്തു, ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് നമ്മൾ 3 കോഫിക്ക് $19 ആയത്. ഒരു ബഹ്റിൻ ദിനാറല്ലേ, അതവർ തിരിച്ചു തന്നു. ആ അരയ്ക്കൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ അരയ്ക്കിതാ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. ആ ഭാഗം ക്ലിയർ ചെയ്തു. എന്തായാലും വെള്ളം നമുക്ക് വേണമല്ലോ. അങ്ങനെ സംഭവബഹുലമായ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ കോഫി വാങ്ങിക്കുന്നത് കാണിക്കുന്നുണ്ട്. കോഫിയും വാങ്ങിച്ച് മടുത്തു. ഇപ്പം 6 മണി ആയതുള്ളൂ. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് ഇനി 8:30-ക്കാണ്. ഇനിയും ടൈമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നടത്തമില്ല, ഒന്നുമില്ല. ഇവിടെ ഇരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. പുറത്തൊക്കെ അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 മണിക്കൂറിൽ 6, 7, 8 അല്ല 2.5 മണിക്കൂർ 7:30 ആകുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ആകുമായിരിക്കാം. എന്തായാലും നോക്കാം. ഭയങ്കരമായിട്ട് ടയേർഡായി ഞങ്ങൾ. എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യം ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറി എന്തെങ്കിലും ഫുഡ് തരുമായിരിക്കും. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കിടക്കണം. അങ്ങനെ ബഹ്റിനിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള അത് നോക്കൊരു പരുവായില്ലേ. നേരം വെളുത്ത് 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ സമയം 8:30-ആയി. അങ്ങനെ അതെ, ഇവിടുത്തെ ബഹ്റിൻ ടൈം 8:30-ആയി. നാട്ടിലിപ്പോൾ 12 മണിയായി. അങ്ങനെ സംഭവബഹുലമായ രണ്ടാമത്തെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ലഗേജിനൊക്കെ കാലും കൈയൊക്കെ വേദന എടുത്തിട്ട് ഒരു നിവൃത്തിയില്ല. ഇവിടെ നിന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ലഗേജ് പിന്നെയും ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വീണ്ടും ഇതിൽ ലഗേജിൽ വിട്ടു. അങ്ങനെ കുറച്ച് ഡിലേ ആയി. അതുകൊണ്ടാണ് വേറെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഇത്ര വർഷം കൂടി, ഞാൻ 4 വർഷം കൂടിയാണ് നാട്ടിൽ പോകുന്നത്. ചേച്ചി എത്ര വർഷം കൂടി പോകുന്നത്? ചേച്ചിയോ? 3 വർഷം 3 മാസം. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അതുകൂടാതെ ഇസ്രായേൽ വിട്ടതിൻ്റെ ഒരു വിഷമമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ചിറ്റാറ്റൊക്കെ ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും വീട്ടിൽ പോകുന്നതാണ്, എല്ലാവരും കാണാൻ പോകാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ബിന്ദു ചേച്ചി വിളിച്ചു വിടുന്നുണ്ട്. നമ്മൾ അത്രയ്ക്ക് ടയേർഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്താ ഫുഡ് കിട്ടുന്നതെന്ന് ഒക്കെ നോക്കാം. നമുക്കിവിടെ ഫുഡ് കിട്ടിയിരിക്കുകയാണ്. ചിക്കൻ വിത്ത് റൈസ്, എന്തോ ഒരു സലാഡ്, വെള്ളം, ബിസ്ക്കറ്റോ, പിന്നെ എന്തോ ഒരു കുക്കീസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡിന്നറിന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ലഗേജ് നോക്കി വന്നേക്കുവാണ്. ഒരെണ്ണം കിട്ടി. ആദ്യം പെട്ടി വരുമെന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ ചക്രം. സാധാരണ ഗൾഫിൽ വരുന്നവർക്ക് എല്ലാവർക്കും ബാഗേജ് മിസ്സാവാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ടെൻഷനിലാണ്. നമുക്കൊന്നും മിസ്സാകാതെ കിട്ടണം. അത് എൻ്റെ അല്ല ചേച്ചി? അല്ല, എൻ്റെ അല്ല, ലെവിൻ ചേച്ചിയുടെ. അത് ചേച്ചിയുടെയാ.
ദൈവം സഹായിച്ച് നമ്മുടെ എല്ലാ ലഗേജും കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലായിരുന്നു. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ എല്ലാം കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ നാട്ടിൽ വന്നു, എല്ലാവരെയും കണ്ടു. ഇനി തോമസ് ചേട്ടനെയും കൂടെ കാണാനുണ്ട്.